ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പൂജ്യങ്ങൾ വരുന്ന ഹരണം ചെയ്യാം. പൂജ്യങ്ങളുള്ള ഹരണം, അതായത് ഇപ്പോൾ 100 ഹരിക്കണം 9, 100 ഹരിക്കണം 7, 100 ഹരിക്കണം 72, അങ്ങനെയുള്ളതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിലാദ്യം 100 ഹരിക്കണം 9 നോക്കാം. അതിന് 100നെ നമുക്ക് അകത്ത് എഴുതാം, 9നെ പുറത്ത് എഴുതാം. ഇനി ഒരു ധൈര്യത്തിന് സൈഡിൽ 9ൻ്റെ ഗുണപട്ടിക എഴുതാം. 1 9 9, 2 9 18, 3 9 27, അങ്ങനെ ബാക്കിയുള്ളത് എഴുതാം. ഇതൊരു ധൈര്യത്തിന് എഴുതി വെച്ചതാണ്. നമുക്ക് ഇനി കണക്കിലേക്ക് വരാം. കണക്ക് നോക്കുമ്പോൾ ആദ്യത്തെ സംഖ്യ എടുക്കാം, 1. 1ൽ എത്ര 9 ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ 1ൽ 9 ഇല്ലല്ലോ, അപ്പോൾ നമുക്ക് 10 എടുക്കാം. 10ൽ എത്ര 9 ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു 9 9 എന്നുണ്ട്, അത് നമുക്ക് എടുക്കാം. പിന്നെ 2 9 18ആണ്, അത് 10നേക്കാൾ വലിയ സംഖ്യ ആയിപ്പോയി, അപ്പോൾ അത് വേണ്ട. നമുക്ക് ഒരു 9 9 എടുക്കാം. അപ്പോൾ 1 മുകളിൽ എഴുതാം, 9 അടിയിൽ എഴുതാം. ഒരു 9 9. ഇനി അടിയിലൊരു വര വരയ്ക്കാം. ഈ ചെറിയ വരയില്ല കേട്ടോ, അത് 10 എടുത്തത് കാണിക്കാൻ വേണ്ടി ചെറിയ ഒരു വര വരച്ചതാണ്. ഈ വലിയ വര വരച്ചത് കൊണ്ട് നമുക്ക് 10ൽ നിന്ന് 9നെ കുറക്കാം. സാധാ സ്റ്റെപ്പാണ്. 10ൽ നിന്ന് 9 കുറച്ചാൽ 1 അടിയിൽ എഴുതാം. ഇനി 1ൽ 9 ഇല്ല, അപ്പോൾ മുകളിൽ കിടക്കണ ഈ 0ത്തിന് അടിയിലേക്ക് എടുത്ത് എഴുതാം. അതിപ്പോൾ ഏത് സംഖ്യ ആണെങ്കിലും അടിയിലേക്ക് എടുത്ത് എഴുതും. അപ്പോൾ ഇവിടെ 0ആണ്, അപ്പോൾ 10 കിട്ടി നമുക്ക്. ഇനി 10ൽ എത്ര 9? അപ്പോൾ ഇവിടെ ഒരു 9 9ആണ്, അപ്പോൾ അതിവിടെ എഴുതാം. മുകളിൽ 1, അടിയിൽ 9. ഇനി വര വരയ്ക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ 10ൽ നിന്ന് 9 കുറയ്ക്കാം. 10ൽ നിന്ന് 9 കുറച്ചാൽ 1, ആ 1 ഇവിടെ എഴുതാം. ഇപ്പോൾ കണക്ക് ഏകദേശം കഴിഞ്ഞു, കാരണം മുകളിലുള്ള സംഖ്യകളൊക്കെ നമ്മൾ ചെയ്തു. എന്നാലും ചില കണക്ക് പോയിൻ്റ് ഒക്കെ ഇട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ പോയിൻ്റ് മുകളിലിടുക. ഈ മുകളിൽ പോയിൻ്റ് ഇട്ടതുകൊണ്ട് നമുക്ക് അടിയിൽ ഫ്രീ ആയിട്ട് 0 ഇട്ട് കൊടുക്കാൻ പറ്റും. അതായത് 1ൻ്റെ അടുത്ത് 0 ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു 0 ഇടാം. അപ്പോൾ 10ആയി. 10ൽ എത്ര 9 ഉണ്ട്? അപ്പോൾ ഇവിടെ ഒരു 9 9. അപ്പോൾ 1 മുകളിൽ എഴുതാം, അടിയിൽ 9 എഴുതാം. വര വരയ്ക്കും. നേരത്തെ പോലെ തന്നെ 10ൽ നിന്ന് 9 കുറച്ചാൽ 1, ആ 1 അടിയിൽ എഴുതാം. പിന്നെ നമ്മളിവിടെ പോയിൻ്റ് ഇട്ട് കൊടുത്തതുകൊണ്ട് അടിയിൽ ഫ്രീ ആയിട്ട് 0 ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ 0 ഇട്ട് കൊടുക്കുന്നു. 10ആയി. ഇനി 10ൽ എത്ര 9? ഒരു 9 9. 1 മുകളിൽ എഴുതാം, 9 അടിയിൽ എഴുതാം. 10ൽ നിന്ന് 9 കുറച്ചാൽ 1 എഴുതാം. ഇനി വീണ്ടും ഫ്രീ ആയിട്ട് 0 ഇടാം. 10ആയി. 10ൽ നിന്ന് 9, മുകളിൽ 1. ഇനി കുറച്ചാൽ വീണ്ടും 1 തന്നെ കിട്ടണം. അപ്പോൾ ഈ കണക്ക് ഇങ്ങനെ തുടർന്നുകൊണ്ട് പോയിരിക്കുകയാണ്. നമുക്കിതിവിടെ വെച്ച് നിർത്താം, കാരണം മുകളിൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് 3 സംഖ്യ വന്നിട്ടുണ്ട്. 1 1 1 വന്നിട്ടുണ്ട്. അപ്പോൾ കണക്ക് നിർത്താം. ആൻസറായിട്ട് നമുക്ക് ഈ 11.11 എഴുതാം. ശരിക്കും പറഞ്ഞാൽ പോയിൻ്റ് കഴിഞ്ഞ് 2 സംഖ്യ വന്നാൽ മതി. ഇവിടെ 3 വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി. ആൻസർ 11.